അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 23 ശനിയാഴ്ച. കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ വയനാടും പാലക്കാടും UDF-നൊപ്പം നിന്നപ്പോൾ ചേലക്കര LDF-നൊപ്പം. മഹാരാഷ്ട്ര നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJP നയിച്ച മഹായുതി സഖ്യത്തിന്റെ തേരോട്ടം. ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക്. വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിക്ക് 4 ലക്ഷത്തിൽ പരം ഭൂരിപക്ഷം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിന് കിട്ടിയതിനേക്കാൾ മികച്ച ലീഡാണിത്. പ്രിയങ്ക ഗാന്ധിക്ക് 6,12,020 വോട്ട് ലഭിച്ചപ്പോൾ LDF-ന്റെ സത്യൻ മൊകേരിക്ക് 2,07,401 വോട്ടും NDA-യുടെ നവ്യ ഹരിദാസിന് 1,08,080 വോട്ടുമാണ് ലഭിച്ചത്. 2024 തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത് 3,64,422 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. 18,840 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയമുറപ്പിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ 58,389 വോട്ട് നേടിയപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന് 39,549 വോട്ടും മൂന്നാം സ്ഥാനത്തുള്ള P സരിന് 37,293 വോട്ടുമാണ് ലഭിച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ 3,829 ഭൂരിപക്ഷത്തിനാണ് NDA സ്ഥാനാർത്ഥിയായിരുന്ന മെട്രോമാൻ E ശ്രീധരനെ തോൽപ്പിച്ചത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫിക്ക് ലഭിച്ച 17,843 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പാലക്കാട്ടത്തെ ഇതുവരെയുള്ള മികച്ച ഭൂരിപക്ഷം. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി UR പ്രദീപ് 12,122 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയം ഉറപ്പിച്ചത്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയപ്പോൾ മുതൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ അപ്രസക്തയാക്കിക്കൊണ്ടായിരുന്നു പ്രദീപിന്റെ മുന്നേറ്റം. UR പ്രദീപ് 64,259 വോട്ട് നേടിയപ്പോൾ UDF-ന്റെ രമ്യ ഹരിദാസിന് 52,137 വോട്ടും NDA-യുടെ K ബാലകൃഷ്ണന് 33,354 വോട്ടും ലഭിച്ചു. ചേലക്കരയിൽ 3,920 വോട്ട് മാത്രം നേടിയ PV അൻവറിന്റെ സ്ഥാനാർത്ഥിയായ NK സുധീറിന് കാര്യമായ ചലനമുണ്ടാക്കാൻ സാധിച്ചില്ല. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്നതിന്റെ തെളിവാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ വിജയമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇതിനു മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും UDF-ന് ഇരട്ടിയിലധികം വോട്ടുകളാണ് ലഭിച്ചത്. എന്നിട്ടും ഭരണവിരുദ്ധ വികാരമില്ല എന്നാണ് CPM വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ അവർ വിശ്വസിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും VD സതീശൻ പറഞ്ഞു. ചേലക്കരയിലേത് ഉജ്ജ്വല വിജയമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാലക്കാട് UDF-നു വേണ്ടി പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം ജമാഅത്തെ ഇസ്ലാമിയും SDPI-യുമാണെന്നും എല്ലാ വർഗീയ ശക്തികളെയും ചേർത്തു നിർത്തിയാണ് പാലക്കാട്ട് UDF ജയിച്ചതെന്നും ഗോവിന്ദൻ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യത്തെ സിറ്റിംഗ് സീറ്റുകൾ എല്ലാവരും നിലനിർത്തിയെന്നും പ്രത്യേകിച്ച് പരിണാമങ്ങൾ ഒന്നുമില്ലെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. പാലക്കാട് BJP വിജയിക്കുമെന്നാണ് പ്രതീക്ഷിച്ചതെന്നും പാലക്കാട് BJPക്ക് വോട്ട് കുറഞ്ഞുവെന്നും അതിൽ ആത്മപരിശോധന നടത്തുമെന്നും ജനപിന്തുണ ആർജിക്കാൻ പരിശ്രമം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടായിട്ടും പ്രധാന പ്രതിപക്ഷത്തിന് ചേലക്കരയിൽ വിജയിക്കാനായില്ലെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നിലും UDF-ന് ലീഡ് ചെയ്യാൻ കഴിയാതിരുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റി ഇത്തവണ UDF-ന് അനുകൂലമായി വിധിയെഴുതിയെന്ന് K മുരളീധരൻ. LDF അവസാന ദിവസങ്ങളിൽ ഇറക്കിയ പരസ്യം ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവരെ തന്നെ ശത്രുക്കളാക്കിയെന്നും അതാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പോലും മുന്നേറ്റമുണ്ടാക്കാൻ കഴിയാതിരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
പാലക്കാട്ടെ UDF വിജയത്തിന് പിന്നാലെ പ്രതികരിച്ച് ഡോക്ടർ പി സരിൻ. ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത ഓരോ വോട്ടറോടുമുള്ള അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണെന്ന് സരിൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഒരു മാസം കൊണ്ട് എന്നെ അറിയാനും നെഞ്ചോട് ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനും മത്സരിച്ച ഓരോ സഖാവിനോടും ഹൃദയം കൊണ്ട് നന്ദി പറയുകയാണ്. പാലക്കാടിന്റെ വികസനം സർക്കാരിന്റെ മുഖ്യ അജണ്ടയായി തന്നെ തുടരും. അതിനായി പ്രവർത്തിക്കാൻ ജനങ്ങളുടെ ഇടയിൽ തന്നെ താനുണ്ടാകുമെന്നും സരിൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പ്രതികരണവുമായി BJP സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. ഇത് ആത്മപരിശോധനയ്ക്കുള്ള സമയമാണ്. തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ പരിശോധിച്ചു തന്നെ തിരുത്തും. നഗരസഭാ ഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരമായി ഇതിനെ കാണുന്നു. ഒരു വാര്യരും നായരും ഇവിടെ എഫക്ട് ഉണ്ടാക്കിയിട്ടില്ലെന്ന് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം സൂചിപ്പിച്ച് അദ്ദേഹം പറഞ്ഞു. പാലക്കാട്ടെ ജനങ്ങളിൽ വിശ്വാസമുണ്ടെന്നും അവർ തന്ന സ്നേഹത്തിന് നന്ദിയെന്നും സന്ദീപ് വാര്യർ. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJPയുടെ അടിവേര് UDF ഇളക്കിയിരിക്കുകയാണെന്നും സന്ദീപ് വാര്യർ കൂട്ടിച്ചേർത്തു. ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം K. സുരേന്ദ്രനാണെന്നും സന്ദീപ് രൂക്ഷഭാഷയിൽ വിമർശിച്ചു. K. സുരേന്ദ്രൻ രാജിവെക്കാതെ, സുരേന്ദ്രൻ പുറത്തു പോകാതെ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ലെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ പ്രതികരിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. 2021 ഭൂരിപക്ഷം വെച്ച് നോക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷത്തെ 3-1 കുറയ്ക്കാൻ സാധിച്ചുവെന്ന് രമ്യ ഹരിദാസ് പറഞ്ഞു. ചേലക്കരയിൽ രാഷ്ട്രീയ പോരാട്ടം നടത്താൻ കഴിഞ്ഞു. സഹപ്രവർത്തകർ 2 മാസത്തോളം നടത്തിയ കഠിനമായ പ്രവർത്തനത്തിനും നന്ദി പറയുകയാണെന്നും രമ്യ ഹരിദാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഉപതെരഞ്ഞെടുപ്പ് ഫലം ഭരണവിലയിരുത്തലായി കാണാൻ കഴിയില്ലെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. താൻ ഇപ്പോഴും LDFന്റെ നിലപാട് ശരിയാണെന്ന് കരുതുന്നയാളാണെന്നും ഇടതു സർക്കാരിന്റെ ഐശ്വര്യമാണ് NDA എന്നും കരുതുന്നു. NDA മുന്നണിയിൽ പാർട്ടികൾ തമ്മിൽ കൂട്ടയടിയാണ്. UDF തന്നെ ജയിലിൽ അടയ്ക്കാനാണ് നോക്കിയിട്ടുള്ളതെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു. ഇടതുമുന്നണി സർക്കാരിനെതിരായ പൊതുവികാരമുണ്ടെന്നും അത് UDF വോട്ടാക്കി മാറ്റുമെന്ന പ്രചരണ വേലയൊക്കെ തള്ളിക്കളഞ്ഞ് ചേലക്കരയിലെ ജനങ്ങൾ ഇടതുപക്ഷ മുന്നണിക്കൊപ്പമാണെന്ന് തെളിയിച്ചെന്ന് മുൻ മന്ത്രി AC മൊയ്തീൻ. ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ തൃപ്തി രേഖപ്പെടുത്തുന്നു എന്നാണ് ഈ ജയം തെളിയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ് BJPയും UDFും സർക്കാരിനെതിരെ പ്രചാരണങ്ങൾ നടത്തിയതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ കേരളത്തിലെ സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയതായി തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടങ്ങളിൽ തങ്ങൾ തിരിച്ചറിഞ്ഞതായും മന്ത്രി പ്രതികരിച്ചു. ഉപതെരഞ്ഞെടുപ്പ് ഫലത്തോടെ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്ന് തെളിഞ്ഞെന്ന അവകാശവാദവുമായി CPM നേതാക്കൾ. ചേലക്കര നിലനിർത്തിയതിന് പിന്നാലെയാണ് CPM നേതാക്കളുടെ അവകാശവാദം. കള്ളപ്രചാരണ വേലകൾ വെറുതെയാണെന്നും ഭരണവിരുദ്ധ വികാരമില്ലെന്നും K. രാധാകൃഷ്ണൻ MP പ്രതികരിച്ചു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. പുതിയ ആധാർ എടുക്കുന്നതിനും നിലവിലുള്ളത് തിരുത്തുന്നതിനുമുള്ള നിബന്ധന ആധാർ അതോറിറ്റി കടുപ്പിച്ചു. അപേക്ഷയ്ക്കൊപ്പം നൽകുന്ന രേഖകളിലെ ചെറിയ പൊരുത്തക്കേട് പോലും ഇനി അംഗീകരിക്കില്ല. തിരുത്തലുകൾക്കും കർശന നിയന്ത്രണമുണ്ടാകും. ആധാറുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് തടയാൻ ലക്ഷ്യമിട്ടാണ് നടപടി. മഹാരാഷ്ട്രയിൽ തുടർഭരണം ഉറപ്പിച്ച് മഹായുതി മുന്നണി. മൊത്തം 288 സീറ്റിൽ 222 സീറ്റിലും BJP സഖ്യം മുന്നേറുകയാണ്. കോൺഗ്രസ് സഖ്യമായ മഹാവികാസ് അഘാഡി സഖ്യം വെറും 49 സീറ്റിൽ മാത്രമാണ് മുന്നിൽ. BJPയാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. മത്സരിച്ച 148 സീറ്റുകളിൽ 124ലും BJP ലീഡ് ചെയ്യുന്നു. ദേവേന്ദ്ര ഫട്നാവിസ് അടക്കം മത്സരിച്ച മുൻനിര നേതാക്കളെല്ലാം ബഹുദൂരം മുന്നിലാണ്. BJP സഖ്യകക്ഷികളായ ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയും അജിത് പവാറിന്റെ NCPയും മുന്നേറി. ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക്. മൊത്തം 81 സീറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി 48 സീറ്റിൽ മുന്നിൽ നിൽക്കുകയാണ്. 31 സീറ്റിൽ NDA സഖ്യവും മുന്നിൽ നിൽക്കുന്നു. കർണാടകയിൽ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വ്യക്തമായ മേൽക്കൈ. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 മണ്ഡലങ്ങളിലും വ്യക്തമായ ലീഡോടെയാണ് കോൺഗ്രസ് കുതിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് കുമാരസ്വാമിക്കും BJPക്കും കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്.
നിഖിൽ കുമാരസ്വാമി ബഹുദൂരം പിന്നിലാണ്. കുമാരസ്വാമി വച്ചൊഴിഞ്ഞ ചന്നപട്ടണ മണ്ഡലത്തിൽ നിന്നാണ് നിഖിൽ മത്സരിച്ചത്. ഇന്ത്യൻ കോടീശ്വരൻ ഗൗതം അദാനി രാജ്യം വിടുമോ എന്ന ചർച്ച സോഷ്യൽ മീഡിയയിൽ സജീവം. കഴിഞ്ഞ ദിവസം സുബ്രഹ്മണ്യൻ സ്വാമി എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച കുറിപ്പാണ് ചർച്ചയ്ക്ക് കാരണം. യുഎസിൽ അദാനിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് സുബ്രഹ്മണ്യം സ്വാമി എക്സിൽ കുറിപ്പിട്ടത്. അദാനി സ്വിറ്റ്സർലൻഡിൽ വീട് നിർമ്മിക്കുന്നുവെന്നും ഒരു സഹോദരനെ ദുബായിൽ പാർപ്പിച്ചിരിക്കുന്നുവെന്നും സുബ്രഹ്മണ്യൻ സ്വാമി കുറിപ്പിൽ ആരോപിച്ചു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി യുകെയിലെത്തുന്ന പക്ഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തേക്കാമെന്ന സൂചന നൽകി യുകെ സർക്കാർ. യുദ്ധക്കുറ്റങ്ങളുടെ പേരിലാണ് നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വ്യാഴാഴ്ച അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. ഇസ്രയേൽ മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെതിരെയും അറസ്റ്റ് വാറന്റുണ്ട്. ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയക്കെതിരായ ആദ്യ മത്സരത്തിൽ 46 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടി ഇന്ത്യ. ടോസ് നേടി ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ 150 റൺസിന് പുറത്തായിരുന്നു. പിന്നാലെ ബാറ്റേന്തിയ ഓസ്ട്രേലിയയ്ക്ക് 104 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 18 ഓവറിൽ 30 റൺസ് വഴങ്ങി 5 വിക്കറ്റ് വീഴ്ത്തിയ ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറയാണ് ഓസ്ട്രേലിയയെ ചെറിയ സ്കോറിൽ ഒതുക്കിയത്. രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ വിക്കറ്റൊന്നും നഷ്ടപ്പെടുത്താതെ 166 റൺസ് എടുത്തിട്ടുണ്ട്. ഓപ്പണർമാരായ KL രാഹുലും യശസ്വി ജയ്സ്വാളും അർദ്ധ സെഞ്ചുറി നേടി കരുതലോടെയാണ് ബാറ്റ് ചെയ്യുന്നത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.